ഹലോ പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ദെൻ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗോഡൗൺ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ സ്റ്റോക്ക് ഗ്രൂപ്പ്, യൂണിറ്റ് ഓഫ് മെഷേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇനി നമുക്ക് സ്റ്റോക്ക് ഐറ്റം എന്നുള്ളതാണ്. അതായത് നമ്മുടെ കമ്പനിയിലെ ഇത്രയും സ്റ്റോക്കുകളാണ് ഉള്ളതെന്നാണ്. ഞാനിതിൽ ഒന്നാമത്തത് മാത്രമേ ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാം നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാനിതിൽ ഈ സ്റ്റോക്ക് ഐറ്റം കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തതായതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ ടാലിയിലേക്ക് ഇത് പോവാം. സ്റ്റോക്ക് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഗേറ്റ് ടാലിയിൽ നിൽക്കുന്ന സമയത്ത് ഇൻവെൻട്രി വൗച്ചേഴ്സിൽ ഇൻവെൻട്രി ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ കാണാം. നമ്മളതൊക്കെ ഓണാക്കി വെച്ചതുകൊണ്ട് സ്റ്റോക്ക് ഐറ്റം ഓൾറെഡി ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. നമ്മളത് ഓൺ ചെയ്തത് ആകെ നമ്മൾ സ്റ്റോക്ക് കാറ്റഗറിയും ഗോഡൗണും ആണ് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നത്. ബാക്കി സ്റ്റോക്ക് ഐറ്റം ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് ഐറ്റം എടുത്തു, ക്രിയേറ്റ് സിംഗിളിൽ നമ്മൾ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു വിൻഡോ നമ്മളുടെ ടാലി എന്ന് പറയുന്നതിൽ ഉണ്ടല്ലേ, ഐറ്റം, ഗ്രൂപ്പ്, കാറ്റഗറി, പർച്ചേസ് റേറ്റ്, പി റേറ്റ് മീൻസ് പർച്ചേസ് റേറ്റ്, സെയിൽസ് റേറ്റ്, ക്വാണ്ടിറ്റി, പിന്നീട് ഗോഡൗൺ. ഒന്നാമത്തെ ഗോഡൗണിലേക്കാണ് ചെയ്യേണ്ടത്. ഞാൻ ഒന്നാമത്തെ ഗോഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം അതിലേക്ക് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ടാലി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലേക്ക് വന്നു. നെയിം എന്ന് പറയുന്നത് എന്താണ്? ലാക്സിസ് പ്രിന്റഡ് ഐറ്റം നെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സ്റ്റോക്ക് ഐറ്റം എന്ന് പറയുന്നതിൻ്റെ സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ ആണ്. അപ്പോൾ ലാക്സിസ് പ്രിന്റഡ് എന്ന് പറയുന്നത് അണ്ടർ എന്ന് പറയുന്നത് ചുരിദാർ എന്ന് പറയുന്ന മെറ്റീരിയലായിരിക്കും അല്ലേ. ചുരിദാർ എന്ന് പറയുന്നതാണ് അണ്ടർ മീൻസ് ഗ്രൂപ്പ്. അപ്പോൾ അണ്ടർ ആണ് നമ്മൾ പറയുന്നതെങ്കിലും ഇവിടെ വന്നിട്ടുള്ളത് ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് എന്നാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ചുരിദാർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരിദാറിൽ സെലക്ട് ചെയ്തു. ദെൻ കാറ്റഗറി എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് കാറ്റഗറിയിൽ നമ്മൾ ലോങ് ടോപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ലോങ് ടോപ്പിലാണ് ഉണ്ടാവുക കാറ്റഗറി ലോങ് ടോപ്പ്. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന സമയത്ത് അവിടെ പാർട്ടി വെയർ കൂടി വരും. അവിടെ നമ്മൾ ഗ്രൂപ്പിൽ ഷർട്ട് കൂടി വരും. അപ്പം ഞാനിത് ഒന്നേ ക്രിയേറ്റ് ഉള്ളത്, അതുകൊണ്ടാണ് ഒന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ലോങ് ടോപ്പും സെലക്ട് ചെയ്തു. ദെൻ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നോസ് എന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വിൻഡോ സെറ്റ് കോമൺ എന്ന് പറഞ്ഞിട്ട് പിന്നീട് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ്. നിങ്ങൾക്ക് ആ വിൻഡോ വരുന്നില്ല എങ്കിൽ, അതായത് പി റേറ്റ്, പർച്ചേസ് റേറ്റും സെയിൽസ് റേറ്റും കൊടുക്കാനുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് വരുന്നില്ല എങ്കിൽ നമ്മളിവിടെ പിന്നീട് F11 ഫീച്ചേഴ്സ് F12 കോൺഫിഗറേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനേബിൾ സ്റ്റാൻഡേർഡ് റേറ്റ് ഫോർ സ്റ്റോക്ക് ഐറ്റം, അതിവിടെ ഇവിടെ ഞാൻ നോ ആണ് ആക്കുന്നതെങ്കിൽ ഇവിടെ ആ ഒരു സംഭവം വരില്ല. ലാക്സിസ് എന്ന് പറഞ്ഞിട്ട് ചുരിദാർ മെറ്റീരിയൽ നോസ് കഴിഞ്ഞ് നേരിട്ട് ഇവിടെ BOMൻ്റെ രീതിയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ സ്റ്റാൻഡേർഡ് റേറ്റും സെയിൽസ് റേറ്റും കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നേരിട്ട് ക്വാണ്ടിറ്റി ഇങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ടല്ല പോകേണ്ടത്. ഇവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് F12 കോൺഫിഗറേഷനിൽ പോവുക. ഇവിടെ ലാസ്റ്റത്തെ രണ്ടാമത്തെ ഐറ്റം എനേബിൾ സ്റ്റാൻഡേർഡ് റേറ്റ് ഫോർ സ്റ്റോക്ക് ഐറ്റം ഇവിടെ ആക്കി കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. ചുരിദാർ, ലോങ് ടോപ്പ്, നോസ്, BOM വേണ്ട, ബിൽ ഓഫ് മെറ്റീരിയൽ അല്ല, സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ്. ഓക്കെ, അത് ആക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചോദിക്കും സ്റ്റോക്ക് ഐറ്റം ലാക്സിസ് എന്ന് പ്രിൻ്റഡിൻ്റെത് സ്റ്റാൻഡേർഡ് കോസ്റ്റും സ്റ്റാൻഡേർഡ് സെല്ലിംഗ് പ്രൈസും. സ്റ്റാൻഡേർഡ് കോസ്റ്റ് മീൻസ് പർച്ചേസ് റേറ്റ്, സെല്ലിംഗ് റേറ്റ് മീൻസ് സെയിൽസ് റേറ്റ്. ഈ ഒരു ഡേറ്റ് തന്നെയാണ് അവൈലബിൾ ഫ്രം എന്ന് പറയുന്നത്. റേറ്റ് എത്രയായിരുന്നു? അതിൻ്റെ റേറ്റ് 700 പർച്ചേസ് റേറ്റ്, 1499 സെയിൽസ് റേറ്റ്. അപ്പോൾ 700 എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തു, എൻ്റർ, നോസ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് ഇവിടെ 1499 നോസ് ഉണ്ടോ. അപ്പോൾ ആ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് സെറ്റായി. ഇനി ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. ഞങ്ങളുടെ സ്റ്റോക്ക് ഉള്ളത്, നിങ്ങളുടെ കമ്പനിയിൽ എത്ര ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഉണ്ടെന്നാണ് ചോദിച്ചത്. പർച്ചേസ് ഓൾറെഡി ചെയ്ത് വെച്ചതാണ്. ഇത് ആദ്യം പർച്ചേസ് നമ്മളെ ഷോപ്പിൽ ഓൾറെഡി തുടങ്ങുമ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് സ്റ്റോക്കായിട്ട് കയറ്റാനുള്ള സാധനങ്ങളാണ് ഇത്രയെണ്ണം. ഇത് ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അതായത് നിങ്ങളുടെ കയ്യിലുള്ളതാണ് ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 650 പീസ് ലോങ് ടോപ്പ് ആയിട്ടുള്ള ചുരിദാറിൻ്റെ കാറ്റഗറിയിൽ ചുരിദാർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ലാക്സിസ് പ്രിന്റഡ് ചുരിദാർ
ലോങ് ടോപ്പുകൾ 650 എണ്ണം ഗോഡൗൺ 1-ൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഓൾറെഡി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ 650 നമുക്കിവിടെ ടൈപ്പ് ചെയ്യേണ്ടത്, ക്വാണ്ടിറ്റി 650. ഓക്കെ, ഗോഡൗൺ 1-ൽ ഗോഡൗൺ 1 എന്ന് പറഞ്ഞു 650. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് നമുക്ക് എത്ര, 700. ഓക്കെ, അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് 700 എത്ര റേറ്റ് എന്നുള്ളത് നമുക്കവിടെ വന്നിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങൾ ഓരോന്നും അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോ ഐറ്റവും, ബാക്കിയുള്ള ഈ 3 ഐറ്റങ്ങൾ അതേപോലെ തന്നെ സ്റ്റോക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക, ഇതിൻ്റെ പാർട്ടി വേറെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക, റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഓക്കെ, ഞാനതൊന്ന് ഇനി എങ്ങനെയാണ് നമുക്കത് കാണേണ്ടതെന്ന് ബാക്ക് ഗേറ്റ് ടൈലിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് സമ്മറി എന്ന് പറയുന്ന ഒരു സംഭവം, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് സമ്മറി, ഞാനത് എടുക്കുമ്പോൾ കണ്ട ചുരിദാർ എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ കാണാം. എത്രയാ, 4,55,000 രൂപയുടെ ചുരിദാറിൻ്റെ ഗ്രൂപ്പായിട്ട്. അത് ഞാനിവിടെ ആൾട്ട് F1 എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആൾട്ട് F1, സോറി F2 ആണ് ഞാൻ അടിച്ചത്, ആൾട്ട് F1. അപ്പം നമ്മൾക്കത് എക്സ്പാൻഡഡ് ആണ്, ഒന്ന് എക്സ്പാൻഡഡ് ആയി, കണ്ടില്ലേ. ഇപ്പം ലാക്സിസ് പ്രിൻറ്റഡ് ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ 4 ഐറ്റം അവിടെ വരും, 2 ഐറ്റം വരും, 4 ഗോഡൗണിലേക്ക് വരുമ്പോൾ അത് ആൾട്ട് F1 അടിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ച് എക്സ്പാൻഡഡ് ആവും. നിങ്ങൾക്ക് ഓരോന്നോരോന്ന് വേറെ വേറെ മെൻഷൻ ചെയ്യാൻ പറ്റും. ഇപ്പം ലാക്സിസ് പ്രിൻറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ 650 നോസ് ക്വാണ്ടിറ്റി നിങ്ങളുടെ കയ്യിലുണ്ട്. തൊട്ട് മുകളിൽ കണ്ടില്ലേ ക്വാണ്ടിറ്റി, 650 നോസ് ക്വാണ്ടിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് പറഞ്ഞത്. നോക്കാം, ലാക്സിസ് എന്ന് പറഞ്ഞത് ചുരിദാർ ലോങ് ടോപ്പിൻ്റെ മെറ്റീരിയൽ 700 രൂപ വെച്ച് 650 എണ്ണം ഗോഡൗൺ 1-ൽ, കണ്ടില്ലേ. അതേ സംഭവം നിങ്ങൾക്ക് ഇവിടെ വേണം. 700 രൂപ വെച്ചിട്ടാണ് നിങ്ങൾ ആദ്യം പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 1400 രൂപ വെച്ചോ 1499 രൂപ വെച്ചുകൊണ്ട് 650 എണ്ണം ഇനി സെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ട്. നിങ്ങളുടെ ഗോഡൗണിൽ ഇപ്പോൾ 650 പീസ് ഇങ്ങനത്തതുണ്ട്, ദാറ്റ് ഈസ് 650 നോസ് എണ്ണം. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാക്കിയുള്ളതും ഇതുപോലെ വരണം. അതായത് ബാക്കിയുള്ള ഈ 3 ഐറ്റങ്ങളും നിങ്ങൾ ഈ ഒരു ഷർട്ട് എന്ന് പറഞ്ഞിട്ടും ചുരിദാർ എന്ന് പറഞ്ഞിട്ടും ഷർട്ട് എന്ന് പറയുന്നത് 2 ഗ്രൂപ്പ് മാത്രമേ നിങ്ങൾക്ക് കൂടെ ഓപ്പൺ ആയി കാണുള്ളൂ. അത് ആൾട്ട് F1 അടിക്കുമ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഒരാൾ കൂടി വരാണ്ടില്ല, ആക്സിസ് പ്രിന്റഡിൻ്റെ കൂടെ ഒരാൾ കൂടി വരും. നിങ്ങൾ ചെയ്തു പോരുമ്പോൾ ഏതാണ് ആള് ചുരിദാറിൽ വരുന്നതാ, വിസ്കോസ് റയോൺ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് കൂടി വരും. 999 രൂപ വെച്ചിട്ട് 500 എണ്ണം ക്വാണ്ടിറ്റി ഇവിടെ കാണിക്കണം. ഓക്കെ, ഇതിൻ്റെ തൊട്ട് താഴത്ത്. പിന്നെ ഷർട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ 2 എണ്ണം കാണിക്കണം. അങ്ങനെയാണ് നിങ്ങളുടെ എത്ര ക്വാണ്ടിറ്റി ഇപ്പം നിങ്ങളുടെ ഗോഡൗണിലുണ്ട്, അതായത് എന്തിൽ സ്റ്റോക്ക് സമ്മറി. ആ സ്റ്റോക്ക് സമ്മറി നിങ്ങൾക്ക് ഇവിടെ എഴുതാനുണ്ടായിരിക്കും. ലാസ്റ്റ് വൺ ഉണ്ടല്ലേ, റൈറ്റ് കറണ്ട് സ്റ്റോക്ക് സമ്മറി. നിങ്ങൾക്കിപ്പോൾ ഉള്ള കറണ്ട് സ്റ്റോക്ക് സമ്മറി അതുപോലെ ആക്സിസ് പ്രിന്റഡ് ഇപ്പോഴത്തെ കണ്ടീഷൻ ആണെങ്കിൽ 650 ആണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് വീണ്ടും പർച്ചേസ് ചെയ്യാനുണ്ട്. സ്റ്റോക്ക് സമ്മറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആയിട്ട് കടത്തിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം. വീണ്ടും ഈ ഒരു ആക്സിസ് പ്രിന്റഡ് 250 രൂപയ്ക്ക് ഇനിയും പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ വീണ്ടും എണ്ണം കൂടും. പിന്നീട് ക്യാഷിന് പർച്ചേസ് ചെയ്യാണ്ട് ലാക്സിസ് വീണ്ടും പർച്ചേസ് ചെയ്യുന്നു, അപ്പോൾ വീണ്ടും എണ്ണം കൂടും. പിന്നെ സെയിൽ നടക്കുന്നുണ്ട്. ലാക്സിസ് എന്ന് പറഞ്ഞിട്ട് 650 സെയിലായിട്ട്, അപ്പോൾ 650 കുറയണം. വീണ്ടും സെയിൽ നടന്നിട്ട് കൂടെ ലാക്സിസ് ഇല്ല. അപ്പോഴാണ് നിങ്ങളുടെ ഗോഡൗണിൽ ഈ ലാക്സിസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ അത് കറണ്ടിൽ ഇപ്പം നമുക്ക് എത്ര സ്റ്റോക്ക് ഉണ്ടെന്നുള്ളതാണ് നിങ്ങളോട് മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രം ഇപ്പം നല്ലോണം നോക്കിയിട്ട് റിവൈൻഡ് ചെയ്ത് കാണുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.